നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഇന്ന് മകരം 1-ാം തീയതിയാണ്. ഈ ദിവസത്തോടനുബന്ധിച്ച് കാലങ്ങളായി നടന്നുവരുന്ന ചടങ്ങാണ് ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഉത്സവമായ മകരവിളക്ക് മഹോത്സവം. എന്നാൽ എന്താണ് ഈ മകരവിളക്ക്? ഇത് സംബന്ധിച്ച ഐതിഹ്യം എന്താണ്? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മകരമാസം തുടങ്ങുന്ന മകരം 1-ാം തീയതിയാണ് മകരവിളക്ക് ഉത്സവം നടക്കുന്നത്. അന്നേ ദിവസം ശാസ്താവിന് ചാർത്തുവാനുള്ള തിരുവാഭരണവുമായി പന്തളം കൊട്ടാരത്തിൽ നിന്നുമുള്ള തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയിലേക്ക് എത്തും. മകരവിളക്ക് ദിവസം ദീപാരാധനയ്ക്ക് മാത്രമേ തിരുവാഭരണം ചാർത്തുകയുള്ളൂ. രാത്രി മാളികപ്പുറത്തമ്മയെ എഴുന്നള്ളിച്ച 18-ാം പടി വരെ കൊണ്ടുവരും. പിന്നീട് വേട്ടവിളി എന്നൊരു ചടങ്ങ് നടക്കും. കന്നി അയ്യപ്പന്മാർ വന്നിട്ടുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കും. ശരംകൊത്തിയാലിൽ ചെന്ന് നോക്കാൻ ശാന്തിക്കാരൻ ആവശ്യപ്പെടും. കന്നി അയ്യപ്പന്മാർ ദർശനത്തിനായി എത്താത്ത കൊല്ലം മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു കൊള്ളാം എന്നാണ് അയ്യപ്പൻ വാക്ക് നൽകിയിരിക്കുന്നു എന്നതാണ് ഇതിന് പിന്നിലെ ഐതിഹ്യം. കന്നി അയ്യപ്പന്മാർ ശരംകൊത്തിയാലിൽ ശരം കൊത്തണമെന്നുണ്ട്. ശരം കൊത്തിയാലിൽ മാളികപ്പുറം ചെല്ലുമ്പോൾ അവിടം നിറയെ ശരമുണ്ടായിരിക്കും. പിന്നെ വാദ്യമേളങ്ങളില്ലാതെ മാളികപ്പുറം തിരിച്ചെഴുന്നള്ളുന്നു. മകരം 1-ന് തലേനാൾ അകലെ മലകൾക്ക് മുകളിൽ ഉദിച്ചു കാണുന്ന ദിവ്യ ജ്യോതിസാണ് മകരവിളക്കെന്ന് ചിലർ വിശ്വസിക്കുന്നു. മകരവിളക്ക് കഴിഞ്ഞ് 5-ാം ദിവസം നട അടയ്ക്കുന്നു. മകരവിളക്ക് ദിനത്തിൽ വളരെ വലിയ ഉത്സവവും വിശേഷാൽ പൂജകളും നടക്കുന്നുണ്ട്. പൊന്നമ്പലമേട്ടിൽ ശാസ്താവിന്റെ മൂലസ്ഥാനത്ത് പണ്ട് ആദിവാസികൾ വിളക്ക് തെളിയിച്ച് ദീപാരാധന നടത്തുന്നതാണ് മകരവിളക്കായി അറിയപ്പെട്ടിരുന്നത്. പരശുരാമനാണ് ഇത്തരത്തിലുള്ള ദീപാരാധന അവിടെ ആദ്യം തുടങ്ങിയതെന്നാണ് ഐതിഹ്യം. ശബരിമലയിൽ നിന്നും ഇത് കാണാമായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. മകരവിളക്ക് കാണുവാനായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഓരോ വർഷവും സന്നിധാനത്ത് ശരണപാതയിലും വിവിധ ഇടങ്ങളിലും തടിച്ചുകൂടാറുള്ളത്. 3 പ്രാവശ്യമായിരിക്കും മകരജ്യോതി തെളിയുക. എന്നാൽ ദേവസ്വം ബോർഡ് ജീവനക്കാരും അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരും പോലീസ് സംരക്ഷണയിൽ പൊന്നമ്പലം മേട്ടിലേക്ക് എത്തി കർപ്പൂരം തെളിയിക്കുന്നതാണ് മകരജ്യോതി എന്ന് ശബരിമലയിലെ മുതിർന്ന തന്ത്രി ഖണ്ഡേശ്വര മഹാരഥ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു. പിന്നെയുള്ള ഒരു ധാരണ മകരവിളക്കും മകരജ്യോതിയും ഒന്ന് തന്നെയാണ് എന്ന് കരുതുന്ന നിരവധി ഭക്തരും നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു. എന്നാൽ ഇതൊരു അബദ്ധ ധാരണയാണ്. കാരണം മകരവിളക്കും മകരജ്യോതിയും രണ്ടും രണ്ടാണ്. പൊന്നമ്പലമേട്ടിൽ നടത്തുന്ന കർപ്പൂര ആരാധനയാണ് മകരവിളക്ക് എന്ന് പറയുന്നത്. എന്നാൽ മകരം 1-ന് ആകാശത്ത് തെളിയുന്ന ക്ഷണനേരം മാത്രം നിൽക്കുന്ന നക്ഷത്രത്തെയാണ് നമ്മൾ മകരജ്യോതി എന്ന് പറയുന്നത്. ജനുവരി 14-നാണ് എല്ലാ വർഷവും മകരവിളക്ക് ദിനം വരുന്നത്. ഇത്തവണ അത് 15-നാണെന്ന് മാത്രം. ക്ഷേത്രത്തിലെ ദീപാരാധനയോടൊപ്പം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഒരു കോണിലുള്ള മലയിലെ പൊന്നമ്പലമേടെന്ന വനക്ഷേത്രത്തിലും ദീപാരാധന നടക്കുന്നുണ്ടെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. ശബരിമല ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് മണിമണ്ഡപം. ഇവിടെ വെച്ചാണ് അയ്യപ്പസ്വാമി ശാസ്താ വിഗ്രഹത്തിലോട്ട് വിലയം പ്രാപിച്ചതെന്ന് പറയപ്പെടുന്നു. അയ്യപ്പസ്വാമി അവസാനമായി കണ്ട സ്ഥലമെന്നും അതല്ല സമാധിയിൽ കുടികൊള്ളുന്ന സ്ഥലമെന്നും പറയപ്പെടുന്ന സ്ഥലമാണ് മണിമണ്ഡപം. ഇത് മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവിലിന് പുറകിലാണ് സ്ഥിതി ചെയ്യുന്നത്. മകരവിളക്കിനോടനുബന്ധിച്ച് നടക്കുന്ന കളമെഴുത്തും പാട്ടും നടക്കുന്നത് മണിമണ്ഡപത്തിലായിരിക്കും. റാണി കുന്നക്കാട് കുറുപ്പന്മാരാണ് പരമ്പരാഗതമായി ശബരിമലയിൽ കളമെഴുതുന്നത്. മകരം 1 മുതൽ 5 വരെ നടക്കുന്ന കളമെഴുത്തിൽ ബാലൻ, വെള്ളാളി വീരൻ, രാജകുമാരൻ, പുലിവാഹനൻ, തിരുവാഭരണഭൂഷി എന്നീ തനതായ ശാസ്താ രൂപങ്ങളാണ് കളമെഴുതുന്നത്. മകരസംക്രമ ദിവസം പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതിയോടെയാണ് മകരവിളക്ക് മഹോത്സവത്തിന് തിരി തെളിയുന്നത്. മകരം 1 മുതൽ 5 വരെ നടക്കുന്ന ഈ ഉത്സവം ഉത്തരായന കാലത്തിന്റെ ആരംഭത്തിലാണ് നടക്കുന്നത്. ആദ്യ 4 ദിവസങ്ങളിലും മണിമണ്ഡപത്തിൽ നടക്കുന്ന കളമെഴുത്തും അതിനോടനുബന്ധിച്ച 18-ാം പടി വരെ നടത്തുന്ന വിളക്കെഴുന്നേൽപ്പുമാണ് മകരവിളക്ക് എന്നും പറയുന്നത്. 5-ാം ദിവസം നടക്കുന്ന വിളക്കെഴുന്നേൽപ്പ് ശരം കൊത്തിയാലിൽ വരെ എഴുന്നള്ളുന്നു. ജീവസമാധിയിലോട്ടാക്കിയ ഭഗവാനെ കൊമ്പൻ മീശയോട് കൂടിയ തിരുമുഖമുള്ള തിടമ്പിലോട്ട് ആവാഹിച്ചാണ് മകരം 5-ന് നടക്കുന്ന വിളക്കെഴുന്നള്ളിപ്പിലേക്ക് എഴുന്നള്ളിക്കുന്നത്. പന്തളം കൊട്ടാരത്തിൽ നിന്നും കൊടുത്തയക്കുന്ന തിരുവാഭരണ പെട്ടികളിൽ പ്രധാനമാണ് വീരയോദ്ധാവിന്റെ തിരുമുഖമുള്ള തിടമ്പ്. സംക്രമണ ദിവസത്തെ ദീപാരാധനയ്ക്ക് മുൻപായി തിരുവാഭരണ പെട്ടികൾ സന്നിധാനത്ത് എത്തിച്ചേരുകയും പ്രധാന ആഭരണപ്പെട്ടി ശ്രീകോവിലിലേക്കും മറ്റു 2 പെട്ടികൾ മണിമണ്ഡപത്തിലുമാണ് വെക്കുന്നത്. അഭിഷേകപ്പെട്ടിയെന്നും
കൊടിപ്പെട്ടി എന്നും അറിയപ്പെടുന്ന തിരുവാഭരണ പെട്ടികളിൽ പ്രധാനപ്പെട്ടതാണ് തലപ്പാറ മലയെയും ഉടപ്പാറ മലയെയും പ്രതിനിധീകരിക്കുന്ന കൊടികളും കുടകളും. തലപ്പാറ മലയുടെ വിജയക്കൊടിക്ക് ചുവപ്പ് മുത്തുക്കുടയും ഉടുപ്പാറ മലയുടെ വിജയക്കൊടിക്ക് കറുത്ത മുത്തുക്കുടയുമാണ് വെക്കുന്നത്. രണ്ട് കൊടിയുടെയും അകമ്പടിയോടെയാണ് അയ്യപ്പ സ്വാമി ശരം കൊത്തിയാലയിലേക്ക് എഴുന്നള്ളുന്നത്. മകരവിളക്ക് മഹോത്സവത്തിന്റെ 5ാം ദിവസമാണ് ഇത് നടക്കാറുള്ളത്. മണിമണ്ഡപത്തിൽ നിന്നും ഭഗവാന്റെ എഴുന്നള്ളിപ്പിന് മാളികപ്പുറത്തെ എഴുന്നള്ളിച്ച എന്ന് പറയപ്പെടുന്നു. അതാണ് മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളിപ്പിനായി തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ശരംകൊത്തിയിൽ ചെന്ന് നായാട്ട് നടത്തിയ ശേഷം അയ്യപ്പസ്വാമി മണിമണ്ഡപത്തിലേക്ക് മടങ്ങുന്നു. തിരിച്ചുള്ള യാത്രയിൽ തീവെട്ടികൾ അണച്ച വാദ്യമേളങ്ങൾ ഇല്ലാതെയാണ് പോകുന്നത്. അയ്യപ്പസ്വാമിയുടെ ശരംകൊത്തിയിൽ നിന്നുമുള്ള എഴുന്നള്ളിപ്പിൽ ഭൂതഗണങ്ങളും മലദൈവങ്ങളും ഒരുപോലെ അനുഗമിക്കുന്നു എന്നതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ മേളങ്ങളും വിളക്കുകളും ഇല്ലാത്തത്. ശബരിമലയിലെ മകരവിളക്കിന്റെ സമാപനം കുറിച്ച് തന്റെ ഭക്തരെ യാത്രയാക്കുക എന്നതാണ് സങ്കല്പം. ശരംകൊത്തിയിലേക്കുള്ള എഴുന്നള്ളിപ്പിന്റെ പിന്നിലുള്ളത് അയ്യപ്പൻ തന്റെ ശരങ്ങളും ആയുധങ്ങളും ശരംകൊത്തിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ശബരിമലയിൽ യോഗനിദ്രയിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ്. ശബരിമലയിൽ നടക്കുന്ന അത്യപൂർവമായ ഒരു ചടങ്ങാണ് നായാട്ടുവിളി. പദ്യരൂപത്തിലുള്ള അയ്യപ്പ ചരിതമാണ് നായാട്ടുവിളി എന്നറിയപ്പെടുന്നത്. ശബരിമലയിലും പെരുന്നാട്, കാക്കാട്, കോയിക്കൽ ക്ഷേത്രത്തിലും നായാട്ടുവിളി നടക്കുന്നുണ്ട്. ശബരിമലയിൽ ചാർത്തുന്ന തിരുവാഭരണം പുറത്തൊരു ക്ഷേത്രത്തിൽ ചാർത്തുന്നത് പെരുന്നാട്ടിയിലെ ശാസ്താ ക്ഷേത്രത്തിലാണ്. തിരുവാഭരണം കൊണ്ടുള്ള മടക്കയാത്രയിൽ മകരം 7-നാണ് പെരുന്നാട്ടിൽ തിരുവാഭരണ ദർശനം നടക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ടാണ് പന്തളം രാജാവ് ശബരിമലയിൽ ക്ഷേത്രം പണിതത് എന്നും ഐതിഹ്യങ്ങൾ പറയുന്നു. പണ്ട് മകരവിളക്ക് ഉത്സവം ആദ്യത്തെ 5 ദിവസം ശബരിമലയിലും പിന്നീടുള്ള 5 ദിവസം പെരുന്നാട്ടിയിലുമായിരുന്നു നടത്തിയിരുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. മനുഷ്യ മനസ്സിന്റെ എല്ലാ മാലിന്യങ്ങളെയും ഉപേക്ഷിച്ച നിസ്വാർത്ഥമായ മനസ്സോടെ ആത്മശുദ്ധി വരുത്തിയാവണം ശബരിമലയിലേക്ക് പോവേണ്ടത്. അതിന് നിഷ്ഠയുള്ളതിനാൽ 41 ദിവസത്തെ വ്രതശുദ്ധീകരണം ഉണ്ടാവണം. കഠിനമായ വ്രതവും അനുഷ്ഠിച്ച കഠിനമായ യാത്രയും ചെയ്ത ഭഗവാന്റെ മുന്നിലെത്തുമ്പോഴാണ് നമ്മൾ ഉൾപ്പെടുന്ന എല്ലാവരും ഒന്നാണെന്ന ദർശനത്തിലേക്ക് എത്തിച്ചേരുന്നത്. വ്രതമെടുത്ത് ശബരിമലയിലേക്ക് പോകാൻ മാലയിടുന്ന വ്യക്തിയെ സ്വാമി എന്നാണ് വിളിക്കുന്നത്. ശ്രീകോവിലിനുള്ളിലെ ദേവനും അയ്യപ്പസ്വാമി, പുറത്തു നിന്നും അതീവ ഭക്തിയോടെ തൊഴുകയുമായി സ്വാമിയെ ദർശിക്കുന്ന ഭക്തനും അയ്യപ്പസ്വാമി. ഇത്രയും മഹത്തായ ഒരു ദർശനം ശബരിമലയിൽ മാത്രമാണുള്ളത്. ഇത് തന്നെയാണ് ശബരിമലയെ മറ്റ് ശാസ്താ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. വില്ലാളി വീരനായ ഭഗവാൻ തന്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കി മഹായോഗിയായി തപസ്സനുഷ്ഠിക്കുന്ന പുണ്യഭൂമിയാണ് ശബരിമല. മഹാതപസ്യായ അയ്യപ്പസ്വാമി യോഗനിദ്രയിൽ നിന്നും ഉണരുന്ന ദിവസങ്ങളാണ് മകരവിളക്ക്. മഹാതപസ്യായ അയ്യപ്പസ്വാമി യോഗനിദ്രയിൽ നിന്നും ഉണരുന്ന ദിവസങ്ങളാണ് മകരവിളക്ക് മഹോത്സവമായി ആചരിക്കുന്നത്.